പടച്ചോനെ ആ കുട്ടി എങ്ങനെ തേച്ചിട്ട് പോലുള്ള അവന്റെ അവസ്ഥ. പുരയില് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെക്കന്മാരെ വിളി വരുന്നത്. അപ്പൊ തന്നെ വണ്ടി എടുത്ത് നമ്മളിറങ്ങി നേരെ വിട്ട എളാപ്പന്റെ ഇടയ്ക്ക്. ഇതാണ് എന്റെ എളാപ്പന്റെ മൂത്ത പുത്രൻ. ആൾക്ക് സ്വന്തമായിട്ട് വണ്ടിയൊക്കെ ഉണ്ടെങ്കിലും അത് സ്റ്റാർട്ട് ആക്കണമെങ്കിൽ വേറെ ആരെങ്കിലും വരണം. ഇങ്ങനെയൊന്നും അല്ലടാ, ഇത് നമ്മക്കിന്ന് പോണ്ടേ. അങ്ങനെ ഒരു വിധത്തിൽ ചെക്കൻ അത് സ്റ്റാർട്ടാക്കി. അവിടെ നമ്മൾ നേരെ പോയത് മുത്തോന്റെ അടുക്കാണ്. പണിക്ക് പോയെടുത്തുനിന്ന് കുട്ടിനെ കാണാൻ ഹാഫ് ഡേ ലീവ് എടുത്ത് വന്നതിന്റെ പൊലിവാണ് ഓന്റെ മൂന്നമ്മ നമ്മൾ ഇപ്പൊ കാണുന്നത്. അങ്ങനെ ഓനെയും കൂട്ടി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഒരു ചായ കുടിക്കാനുള്ള പ്ലാനിലാണ് ഇപ്പൊ പോണത്. ഇതൊക്കെ കാണുമ്പോഴാണ് വലുതാവേണ്ടിയില്ല ഇനിയെന്ന് തോന്നുന്നത്. എന്താ പോലെ ലൈഫ്. കുട്ടിനെ പോയി കണ്ടു വന്നതിന്റെ തള്ളലാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത്. അതുകൊണ്ട് വലിയ കാര്യം കണ്ട. അങ്ങനെ ഫൈനലി നമ്മളെ സ്പോട്ടിലെത്തി. ഇതാണ് കർമ്മ, വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്പോട്ട്. ഇതിലെങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. അവിടെ എത്തിയപ്പോ തന്നെ എനിക്ക് കുട്ടിക്ക് അയച്ചെടുക്കാൻ ഫോട്ടോ വേണമെന്ന് പറഞ്ഞ് ചെക്കൻ വണ്ടിമേ കയറിയിരുന്നു. നല്ല രസമുണ്ട് കാര്യമായിട്ട്. ഇതാണ് നമ്മളെ ചായ സ്പോട്ട്. അങ്ങനെ അവിടെ കയറിയിരുന്നപ്പോഴും ചെക്കനൊരു മാറ്റമില്ല. ഫോട്ടോ എടുക്കലോ കൂടെ എടുക്കൽ തന്നെ. പടച്ചോനെ ആ കുട്ടി എങ്ങനെ തേച്ചിട്ട് പോലുള്ള അവന്റെ അവസ്ഥ. നല്ല ചൂടായതുകൊണ്ട് തന്നെ ഇവിടെ എത്തിയപ്പോ ചായയൊക്കെ മാറി ലൈമായിക്കണം. അങ്ങനെ അതും കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി കുറച്ചേരം നമ്മൾ പാലത്തുമ്പോ പോയിരുന്നു. വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സിനിമക്ക് പോയാലോ എന്നുള്ള ചോദ്യം വരുന്നത്. ഒന്നും നോക്കിയില്ല, നേരെ വിട്ട് പുതിയങ്ങാടിയിലുള്ള CNCക്ക് കയറി ചെന്നപ്പോ തന്നെ നിൽക്കണം നമ്മളാണ്. അങ്ങനെ ടിക്കറ്റും എടുത്ത് നമ്മള് കയറി. തിയേറ്ററിന്റെ ഉള്ളിൽ കയറിയിട്ടും ചെക്കനൊരു മാറ്റമില്ല. നിഖില വിമലിന്റെ പെണ്ണുകസിനാണ് നമ്മള് കയറിയത്. കുഴപ്പമില്ല, ഒരു ആവറേജ് പടം. അപ്പൊ ഓക്കെ, ബാക്കി വിശേഷങ്ങൾ പിന്നെ.